ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി പാലക്കാട് പ്രോഗ്രാം. ഇന്ന് ചെർപ്പളശ്ശേരിയാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം. എൻ്റെ അമ്മമ്മയുടെ വീടിൻ്റെ അടുത്താണ്. എൻ്റെ അമ്മയുടെ വീട് ചെർപ്പളശ്ശേരി, അപ്പോൾ ഏകദേശം അവിടെ അടുത്താണ് പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോലീസ് പട്ടി കൊണ്ടുവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എൻ്റെ അമ്മമ്മയുടെ അടുത്തേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാംസിലേക്ക് പോകും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇൻട്രോ എടുക്കണേ. ഫുഡ് കഴിക്കാൻ നേരത്തെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇവരുണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാൾ മാത്രമല്ല, രേഷ്മയല്ലല്ലോ, ഉണ്ടാപ്പി, അനിഷ, നന്ദു. അവർ മൂന്നാളും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോയി. അപ്പോൾ അവരത് എടുത്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ അടിച്ചു പൊളിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളോട് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞാനും ധനേശിനെയും പറഞ്ഞു ഞാൻ മസാല ദോശ ഞാൻ ഇടിയപ്പം ആദ്യം പറഞ്ഞു. ഇടിയപ്പം ആളില്ല, ഇടിയപ്പം പൊറോട്ട മസാല ദോശ. അപ്പം ഇടിയപ്പം ഇല്ല. ഞങ്ങൾ മൂന്നാളിന് ട്രെയിനിൽ പോകും, ബാക്കി അവർ ബസ്സിൽ വരും. തൃശ്ശൂർ പോയിട്ട് അവർക്ക് ഡ്രസ്സ് എടുത്തിട്ടാണോ അല്ലേ? പറഞ്ഞു ദോശ, നല്ലൊരു ദോശ വേണോ? ഞങ്ങൾ ലോട്ടറി എടുത്തിട്ടുണ്ട്. പെട്ടക്കണ ലോട്ടറി. ഇവർ രണ്ടെണ്ണം, ഞാൻ താമരച്ചാല്. പെട്ടെന്ന് കിട്ടിയില്ലേ ഗൈസ്? ലോട്ടറി അടിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ചേട്ടാ, ലോട്ടറി അടിക്കില്ലേ ഞങ്ങക്ക്? ലോട്ടറി അടിക്കില്ലേ ഞങ്ങക്ക്? ചേട്ടാ, ലോട്ടറി അടിക്കില്ലേ? ചേട്ടന്മാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 കോടി എടുക്കാന്ന് വിചാരിച്ചേ. 10 കോടി ഇല്ല, ഞാൻ 0 എടുത്തേ. ഫുള്ള് തിരക്കാണ് കണ്ടോ. ഇതൊക്കെ ട്രെയിനിൽ ഒറ്റ ജനറലിൽ കയറാനുള്ള ആൾക്കാർ. ഞങ്ങൾ ഇവിടെ ഇടിച്ചു തള്ളിയാണ് ഞാൻ കയറാൻ പോകുന്നത്. എന്തോന്നറിയില്ല. ട്രെയിനിൽ കയറിയൊരു ലുക്കും ഓടി മച്ചാൻ പെട്ടിയും കൊണ്ട് ഓടി കയറി. പെട്ടിരിക്കണോ മച്ചാനും. പോണ നിഴലാണ് കഷ്ണങ്ങൾ കാണുന്നത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. അവരവിടെ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ചെപ്പശ്ശേരി ബസ് കയറണം. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഓട്ടോ. 2 മണിയായി ഗൈസ്. ഈ ട്രെയിൻ 1:30 എത്തുമ്പോൾ നമ്മളെ പറ്റിച്ചൂല്ലേ? വൃത്തി. ട്രെയിൻ ഓടിക്കണവരോടൊക്കെ പറയാനുള്ളത് കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിക്കണം. നമുക്കെല്ലാം പ്ലാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമോ? ഇവരൊക്കെ നന്ദം വിട്ടോ ഭ്രാന്താ വിചാരിച്ചിട്ടാണോ? ഈ ബാഗ് മിക്കവാറും പൊട്ടും. സംഭാരം. എനിക്ക് വെള്ളം മതി. എനിക്ക് സോഡ വേണ്ട, വെള്ളം മതി. തണുത്ത വെള്ളമല്ലേ ചേട്ടാ? ഇവിടെ നമുക്ക് സംഭാരം കുടിക്കാം. അയ്യോ, നൊങ്ക് നൊങ്ക്. ആരാണേട്ടൻ ഞങ്ങക്ക് 6 കൊണ്ട് തന്നിട്ടുണ്ട്. മാധവേട്ടനാണോ? ഞാൻ കേട്ടത് നാരായണേട്ടനാണ്. ഓ, സന്തോഷേട്ടാ. സന്തോഷേട്ടനല്ല, മാധവേട്ടൻ. ബൈ ചേച്ചാ. ടാറ്റോ. സൂര്യനന്ദന. സൂര്യനന്ദന. ഒറ്റാറ്റോ. ഓക്കേ. ഇവിടെ അണ്ടകടാകം പൊളിയുന്നു. ഇഷ്ടാണ് ഗൈസ്. അങ്ങനെ നമ്മള് ബസ്സൊക്കെ ഇറങ്ങി. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞിട്ട് പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ ചെപ്പശ്ശേരി എത്തിയിട്ട് അവരിപ്പോൾ വീട്ടിലേക്ക് ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഒരു 10
എല്ലാവരും എത്തി. കൃഷ്ണയും ഉണ്ടാപ്പിയും ഒക്കെ എത്തി. ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. അഞ്ചാമത്തെ ഇത് അയിലക്കുട്ടി, ഇത് കടുക്ക, സ്രാവ് നടുവിൽ കിടക്കണ്. അയ്യോ ഇഷ്ടം അനുഷേതാ നമ്മൾ കണ്ണ് തുടങ്ങിയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ കയറണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി കണ്ടെഴുതി തരുന്ന മച്ചാന എല്ലാ പ്രോഗ്രാമും. ഞാനാണ് ഇത് ഐ ആർട്ടിസ്റ്റ്, മേക്കപ്പ് മാനെ ഞാൻ ഇവരുടെ. എല്ലാവരും കണ്ണ് ശ്രദ്ധിച്ചു നോക്കുക. എല്ലാവരും കണ്ടൊരു തീഷ്ണത ഉണ്ടാവും. ശരിയാ ശരിയാ, തീഷ്ണത കേൾക്കണ്ട. പക്ഷെ ഒരുപോലെ എത്തണം, അത് ടാസ്കാ. എനിക്ക് പറ്റാത്തൊരു സാധനം. രണ്ട് കണ്ണും ഒരുപോലെയാണ്. വാലറിലാണ് ഗൈസ് പാട്. വിചാരിക്കുമ്പോൾ എളുപ്പമുള്ള സംഭവമല്ല. ആരും കോപ്പി അടിക്കണ്ട. അതെ, ഞാൻ അങ്ങനെ ആർക്കും കാണിച്ചു കൊടുക്കാത്തതാണിത്. പിന്നെ വളവ് വേണം മച്ചാനെ. അവിടെ വളഞ്ഞോ? ഇല്ലയോ, നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് കൊച്ചു പറയുമല്ലേ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത്. അതെ, ഒരു നല്ല സമയമുള്ളൊരു ഇത് വരട്ടെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ കറക്റ്റ് മേക്കപ്പ് കാണിച്ചത്. ഫുൾ മേക്കപ്പ് മാത്രമായിട്ട് വ്ലോഗ് എടുക്കണം. അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ വെച്ച് മേക്കപ്പ് ചെയ്തു. മേക്കപ്പ് ലോങ്ങി തന്നെ ഒന്ന് കട്ട് ചെയ്യൂ. ഇത്രയാണ് അലത്തിടുള്ളൂ. ഇത് നോക്കി ഇത്ര തന്നെയാണ്. ഞങ്ങളിവിടെ മേക്കപ്പ് ചെയ്ത് വന്നിട്ട് തീറ്റ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ മതി അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല ഒറ്റയ്ക്കായി. അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങൾ മറ്റേ പ്രോഗ്രാമിൻ്റെ ഷോർട്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നേരെ ചെന്ന് ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. നേരെ ചെന്ന് ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങണം. നാളെ രാവിലെ വീട്ടിൽ പ്രാക്ടീസിന് പോകാനുണ്ട്. അപ്പോൾ കഴിച്ച് അത്രേ ഉള്ളൂ. ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്.